ദീർഘശ്വസനം ദീർഘായുസ്സിനെയേകും. ദീർഘശ്വസന സ്വഭാവം ഉണ്ടാകാനായിട്ട് നമ്മൾ ഒരു വിദ്യയും അഭ്യസിച്ചിട്ട് കാര്യമില്ല. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയുടെ ശുദ്ധിയാണ്. ശരീരത്തെയും പ്രപഞ്ചത്തെയും ദുർഗന്ധത്തിൽ നിന്നും മുക്തമാക്കുക. അതിനായിട്ട് നല്ല ഓക്സിജൻ കണ്ടൻ്റുള്ള ചെടികളെ നട്ട് പരിപാലിക്കുക. വൃക്ഷങ്ങളുടെ സാമീപ്യം നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ശ്വസന ദൈർഘ്യത്തെ കൂട്ടുവാനായിട്ട് ഗന്ധഗുണമുള്ള വൃക്ഷലോകത്തെ, സസ്യലോകത്തെ ആശ്രയിക്കുക. നല്ല ഉദ്യാനങ്ങളെ സൃഷ്ടിക്കുക. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴുമെല്ലാം ശ്വസനം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നല്ല സുഗന്ധ ലോകത്തെ സൃഷ്ടിക്കുക. അഷ്ടാംഗയോഗം പറയുന്ന ഒരു മാർഗമുണ്ട്. നമ്മൾ സ്പർശിക്കുന്നത്, രുചിക്കുന്നത്, മണക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നതെല്ലാം സാത്വികമായിരിക്കണം. അതിന് പ്രത്യാഹാരം എന്ന് പറയും. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ആഹരിക്കുന്നതെല്ലാം ശുദ്ധമായിരിക്കണം. അപ്പോൾ പഞ്ചഭൂത ശുദ്ധി പ്രപഞ്ചത്തിലുണ്ടാവണം. പഞ്ചഭൂത ശുദ്ധിയിൽ നിന്നും ജനിക്കുന്ന ശരീരത്തിൽ എന്തുണ്ടാവണം? ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ ശുദ്ധമായിരിക്കണം. ശരീരശുദ്ധിയും പ്രപഞ്ചശുദ്ധിയും ഉണ്ടാവണം. നമ്മളുടെ സൗഹൃദങ്ങൾ പോലും നമ്മളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. സത്യവും ധർമ്മവും ഉള്ളവരായി നമ്മൾ സ്വതന്ത്രരാകുക. അപ്പം നമ്മൾ ഹൃദയ താളത്തിനൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ദീർഘ ശ്വസന സ്വഭാവം നമുക്ക് ദീർഘായുസ്സിനെ ഏകും. അതല്ലാതെ മറ്റൊരു എളുപ്പമാർഗവും ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക.